നമസ്കാരം. ഞാൻ കോയമ്പത്തൂർ തിരുമൂലർ സിത്തർപീഠം ശിവരാജയോഗി സംസാരിക്കുന്നു. ഇപ്പോൾ വീരസൂക്ത ഫൈറ്റിംഗ് ടെക്നിക്സ് ഇതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. വർമ്മ ഫൈറ്റിംഗ്, സിദ്ധ വർമ്മ ഫൈറ്റിംഗ്. അപ്പോൾ സാധാരണ ഫൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ചുമ്മാ കയ്യകാല കൊണ്ട് തടയുന്നത്, അടിക്കുന്നത്, കുത്തുന്നത്, വെട്ടുന്നത്, ഇതൊക്കെ സാധാരണ ഫൈറ്റിംഗ്. ഇപ്പോൾ കരാട്ടെ ഇതെന്ന് വെച്ചാൽ അത് ഫ്ലാറ്റ് അറ്റാക്ക്, സ്ട്രോങ് ഫ്ലാറ്റ് അറ്റാക്സ് യൂസിങ് ഫിസിക്കൽ ഫോഴ്സ്. അതാണ് അത് കരാട്ടെ, അതുപോലെ കുങ്ഫു, ഇതൊക്കെ വന്ന് ഇതിൻ്റെ പഠിക്കുന്നത് കോൺസെൻട്രേഷൻ പ്ലസ് ഫിസിക്കൽ ഫോഴ്സ്, അവരുടെ സ്ട്രെങ്ത് അതേയും കൂടെ ആവശ്യമുണ്ട്. പക്ഷേ വർമ്മ പോയിൻ്റ് അങ്ങനെയല്ല. വർമ്മ പോയിൻ്റ് യൂസ് ചെയ്യാൻ അവർ ഓപ്പോസിറ്റിൽ നിന്ന് ഫൈറ്റ് ചെയ്യുന്ന ആളിനെക്കാട്ടിലും എനർജി ലെവൽ കുറവായിരുന്നാലും ഫിസിക്കൽ ബോഡി വന്ന് വീക്കായിരുന്നാലും വരുന്ന പാർട്ടിയുടെ വർമ്മ പോയിൻറ്റിനെ അറ്റാക്ക് ചെയ്ത് അവരെ വീഴ്ത്താൻ പറ്റും. അതാണ് അതിൻ്റെ സീക്രട്ട്. സീക്രട്ട് എന്ന് വെച്ചാൽ ഈ വർമാസ് എന്ന് പറഞ്ഞാൽ വൈറ്റൽ പോയിൻറ്റ്സ്, വൈറ്റൽ എനർജി സ്റ്റേഷൻസ് എന്ന് പറയുന്നത് ആക്ച്വലി ദേ ആർ ഇൻ ദി ആസ്ട്രൽ ബോഡി. They are connected to the physical body through chakras, vayus and nadi channels. ഈ നാഡി ചാനൽ വന്ന് ഓപ്പൺ ആകുന്ന സ്ഥലമാണ് വർമ്മ പോയിൻറ്റ്സ്. അത് 108 എന്ന് പറയുന്നത് ഇപ്പോൾ റിസർച്ച് ചെയ്താൽ അത് ഒരുപാട് പോയിൻറ്റ്സിൽ വരുന്നത്. അപ്പോൾ ഈ വൈറ്റൽ പോയിൻറ്റ്സ് എന്ന് പറയുന്ന വർമ്മ പോയിൻറ്റ്സ് ദേ ആർ ദ എക്സിറ്റ് ആൻഡ് എൻട്രി പോയിൻറ്റ്സ് ഓഫ് കോസ്മിക് എനർജി ഫ്ലോ. ഇപ്പോൾ കോസ്മിക് എനർജി പുറത്തുനിന്ന് മനുഷ്യൻ്റെ ദേഹത്തിന്, അതായത് ഈ യോഗികൾ അല്ലെങ്കിൽ ഈ ചില ട്രെയിനിങ് ചെയ്ത് ആസ്ട്രൽ ബോഡി ആക്ടിവേറ്റ് ചെയ്ത് എനർജി പുറത്തുനിന്ന് ഊർജം വലിച്ചെടുക്കുന്നവർക്ക് ആ വർമ്മ പോയിൻറ്റ്സ് വഴിയായിട്ട് അത് അകത്ത് കയറിയും അത് വർമ്മത്തെ ഇളക്കാനും ഇതിനൊക്കെ பயன்படுന്നതാണ്. ഈ കോസ്മിക് കറണ്ട് ദേഹത്തിൽ സ്റ്റോർ ചെയ്യാനും പറ്റും. അപ്പോൾ ഈ കോസ്മിക് കറണ്ട് വച്ച് അത് വന്ന് എനർജി വർമ്മ അൺബ്ലോക്ക് ചെയ്യാം, അറ്റാക്ക് ചെയ്യാം, അൺബ്ലോക്ക് ചെയ്യാം. ഇപ്പോൾ അറ്റാക്ക് ചെയ്യുന്ന ടെക്നിക്ക് ഒരുപാട് ടെക്നിക്കുണ്ട്. അപ്പോൾ ഒരു പോയിൻ്റ്, ആ പോയിൻ്റ്, അതായത് സാധാരണ അറ്റാക്ക് ആണെങ്കിൽ ഫ്ലാറ്റ് അറ്റാക്ക്, വർമ്മ അറ്റാക്കാണ് പോയിൻറ്റഡ് അറ്റാക്ക്. അത് എത്ര മൈന്യൂട്ടായി, ഇപ്പോൾ പെണ്ണിൻ്റെ ഈ പോയിൻ്റ് വെച്ചാൽ പോയിൻറ്റഡ് അറ്റാക്ക്. അതും വന്ന് എങ്ങനെ സ്കിന്നിൻ്റെ ഔട്ടറിലല്ല. അറ്റാക്ക് ആകുമ്പോൾ അതിൽ സ്കിന്നിൽ നിന്ന് ഒരു എറ എന്ന് പറഞ്ഞാൽ അവരുടെ ഇത് അര ഏറ, മുക്കാൽ ഏറ, ഒരു ഏറ, ഇങ്ങനെയൊന്നുള്ള പോയിൻറ്റഡ് അറ്റാക്ക്. അപ്പോൾ പോയിൻ്റ് ഇങ്ങനെ തൊട്ടാൽ പോരെ, ഇത്ര പോയിൻ്റ് ഒരിക്കലും അകത്ത് പോകണം. ഇത് പോയാൽ ആ പോയിൻ്റ് അറ്റാക്ക് ആവും. ആ അറ്റാക്ക് ആകുമ്പോൾ എന്താവുന്നു, ആ നാഡി ചാനൽ എനർജി ഫ്ലോ ബ്ലോക്ക് ആവും. അപ്പോൾ എനർജി ഫ്ലോ അവിടെ ബ്ലോക്കായാൽ അത് ചുറ്റിയിരിക്കുന്ന ശബ്ദധാതുക്കളും സ്തംഭിക്കും. അത് എങ്ങനെ സ്തംഭിക്കുമെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, എല്ലാമേ ബ്ലോക്കായി സ്തംഭനം എന്ന് വെച്ചാൽ സ്റ്റാറ്റിക് ആവും. സ്റ്റാറ്റിക് ദേഹത്തിൽ എനർജി ഫ്ലോ വന്ന് ദേഹം ഫുള്ളായി പായുന്നതിൻ്റെ പേര് ഡൈനമിക്കാണ് പരാശക്തി. എനർജി ഫ്ലോ പരാശക്തി. അത് ബ്ലോക്കായി സ്റ്റാറ്റിക്കായി പോയാൽ ശിവനില സ്റ്റാറ്റിക്. അപ്പോൾ സ്റ്റാറ്റിക്കായി സ്തംഭിച്ചാൽ അവിടെ എല്ലാം സ്തംഭിക്കും. അപ്പോൾ വന്ന് അവർക്ക് ചിലപ്പോൾ ബോധം കെട്ട് വീഴാം, ചിലപ്പോൾ അവർക്ക് പിത്തം തലയ്ക്ക് കയറി പിത്തവർമ്മ, അതായത് വർമ്മത്തെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ കഫവർമ്മം, പിത്തവർമ്മം, വാതവർമ്മം. ഈ വാതവർമ്മം പറഞ്ഞാൽ അവർ കയ്യകാല പിടിച്ച് ഇട്ടിട്ട് അവർക്ക്, അതായത് പാരലൈസ് ദി നെർവസ് സിസ്റ്റം. വാതവർമ്മം എന്ന് പറയുന്നത് attacking the Vadavarma, the enemy will be paralyzed through the nervous system. അതാണ്. അതേസമയം വന്ന് പിത്തവർമ്മമാണെങ്കിൽ അവർക്ക് വന്ന് ബ്രെയിനിൽ വന്ന് ഒരു ഡിസോർഡർ ഉണ്ടായി പുലമ്പിക്കൊണ്ടിരിക്കും. ഈ വാതവർമ്മം, പിത്തവർമ്മ, ഈ രണ്ട് അറ്റാക്കിൽ അവർ മരിക്കില്ല. പക്ഷേ കഫവർമ്മം വന്നാൽ അത് കഫം 25% ഇരിക്കേണ്ട കഫം സുഷുമ്ന നാഡി വഴിയായിട്ട് റൈസായി 98% വരുമ്പോൾ 2% ആകാശം ചേർന്ന് മരണം സംഭവിക്കും. ഈ ടെക്നിക്ക് വർമ്മ അറ്റാക്ക് കൂടെ അവർ ചെയ്യും. എതിരികൾ വന്ന് താക്ക് പിടിക്കാൻ പറ്റില്ല, ആ എതിരിയെ വന്ന് ഡിസ്ട്രോയ് ചെയ്യണം, ഇങ്ങനെയുള്ള വിദ്യാശർമ്മ ഈ അറ്റാക്ക് ചെയ്യും. ഈ അറ്റാക്ക് ചെയ്യുമ്പോൾ എന്തെന്ന് വെച്ചാൽ എതിരികൾ ബാധിപ്പടയും.
അപ്പോൾ എതിരികൾ ബാധിപ്പടിച്ച് കഫം വന്ന് കയറും. കഫം വന്ന് കയറുമ്പോൾ അത് വന്ന് വരുമ്പോൾ ആ എതിരി വിഷയം അറിയാവുന്നുള്ള കാര്യം അറിയാവുന്നുള്ള എതിരിയാണെങ്കിൽ ആ കഫത്തിൻ്റെ കയറ്റത്തെ അവനും തടയും. അപ്പം ഇങ്ങേര് കയറി കളഞ്ഞിരുന്ന കഫം കയറുകയാണ്, ഇത് വന്ന് ബോധം കെടാൻ പോകുന്നത് വെച്ചാൽ ഇങ്ങനെ കയ്യെ വെച്ച് ഒരു മൂക്കിനെ ഇങ്ങനെ അടച്ച് ഒരു മൂക്ക് വഴിയായിട്ട് കുറച്ച് നേരം ശ്വാസിച്ചാൽ കഫം താറാൻ തുടങ്ങും. കാരണം വെച്ചാൽ സുഷുമ്ന വഴിയാണ് കഫം കയറുന്നത്. സുഷുമ്ന കയറണമെങ്കിൽ ഇടക പിങ്കല സമമായിരുന്നാലേ സുഷുമ്ന കഫം കയറിക്കൊണ്ടേ പോകും, മരണം സംഭവിക്കുക. അപ്പോൾ ഫൈറ്റിംഗ് ടെക്നിക്കിൽ ഇങ്ങനെ വെച്ചാൽ ആ കഫം താറും. അപ്പോൾ അവനെ വന്ന് എതിരിയെ തോൽപ്പിക്കാൻ പറ്റില്ല. വർമ്മ അവനക്ക് അറ്റാക്ക് ആവില്ല. ഫൈറ്റിംഗ് ടെക്നിക്ക് ഇങ്ങനെ ഇത് കൊണ്ട് ഇങ്ങനെ അടച്ചിട്ട് ഒരു നാസി വഴിയായിട്ട് അത് ഏതെങ്കിലും ഒരു നാസി അടച്ച് ഒരു നാസിയെ വായിക്കുമ്പോൾ കഫം കയറുന്ന കഫം താളോട്ട് ഇറങ്ങും. അപ്പോൾ വന്ന് അവൻ എതിരിക്കും. അത് അറിയാവുന്നവർ ചെയ്യും. ചിലവർ ഇങ്ങനെ അലവാടി വർമ്മത്തിലടിച്ചാൽ അലവ് നെരിഞ്ഞു പോകും. അവൻ അറിയാവുന്നവളാണെങ്കിൽ അവൻ തന്നെ തിരിച്ച് അടിച്ച് അവനെ സെറ്റ് ചെയ്തോളും. ഇങ്ങനെ വർമ്മ അറിയാവുന്നുള്ള ഫൈറ്റിംഗ് ടെക്നിക്കുള്ളവർ വർമ്മ വന്ന് ബാധിപ്പ് വന്ന് അവർ ഉടനെ ഇളക്കാനും അറിയാം. ഇതാണ് സിദ്ധവർമ്മ ഫൈറ്റിംഗ് ടെക്നിക്ക്. അതിലൊക്കെ സാധാരണ ഒന്ന് അറ്റാക്ക് ചെയ്യുന്നത് ഇങ്ങനെ ഇത് ചക്രമുദ്ര, വേൽമുദ്ര, വിഷ്ണുമുദ്ര, അല്ലെങ്കിൽ ഇങ്ങനെ വിരൽ വെച്ച് മുഷ്ടിമുദ്ര, ഇതൊക്കെ വെച്ച് അറ്റാക്ക് ചെയ്യുമ്പോൾ വരുന്ന പോയിൻറ്റഡ് അറ്റാക്ക്. ഇത് ലെവൽ 1. രണ്ടാമത് ഞാൻ ഇപ്പോൾ അറിയുന്ന അതിൽ വീരസൂത്രമുറ എന്ന് പറയുന്ന അവർ അറ്റാക്കിൽ ഇങ്ങനെ ടാപ്പിംഗ് മെത്തേഡ് മേ ബി അതൊരു ഹയർ ഒരു ട്രഡീഷൻ. ഞാൻ ഇപ്പോഴാണത് കേട്ട് വരുന്നത്. അതൊരു സ്റ്റുഡൻ്റ് വഴിയായിട്ട് കേട്ട് വരുന്നത്. പക്ഷേ അതിനെക്കാട്ടിലും ഹയ്യർ നമ്പർ 1 വീരസൂക്തമുറ. ഈ വീരസൂക്തമുറ റോയൽ കിങ്സ് ആൻഡ് ജനറൽസ് ഈ ലെവലിൽ മാത്രമാണ് പഠിപ്പിച്ചത്. ഇത് വന്ന് എനിക്ക് നേറ്റീവ് കന്യാകുമാരി ഡിസ്ട്രിക്റ്റ് ഇരണിയൽ മാർത്താണ്ഡവർമ്മയുടെ പാലസാണ്. മാർത്താണ്ഡവർമ്മ എന്ന് പറഞ്ഞാൽ ഇത് മലയാളത്തിൽ അറിയപ്പെടുന്ന മുഖ്യമായിട്ടുള്ള നവറാണ്. അങ്ങനെ ഫസ്റ്റ് കൊട്ടാരം എന്ന ഇരണിയൽ നിന്ന് കുറച്ചുകൂടെ ഏരിയ എക്സ്പാൻഡ് ആയ ശേഷം പത്മനാഭപുരത്തിൽ ക്യാപിറ്റലായി. പിന്നെ അത് അവിടെ ഇരുന്ന് ട്രിവാൻഡ്രത്തിന് ക്യാപിറ്റൽ മാറി. അപ്പോൾ ഇരണിയിൽ നിന്ന് പട കൊണ്ടുവന്ന് കായംകുളം വരെ പിടിച്ച് അതൊരു ട്രവാങ്കുറ എസ്റ്റാബ്ലിഷ് ചെയ്ത് മാർത്താണ്ഡവർമ്മ ആണ്. അങ്ങനെ അതുമാത്രമല്ല, തിലനായി ഒരു ഡച്ചുകാരനെ അവനെ അറസ്റ്റ് ചെയ്ത് അവനെ പടയത്തളപതി അവർ ഇത് കോട്ട കെട്ടാൻ വെച്ച് ടെക്നിക്ക് ബീരങ്കിയൊക്കെ ചെയ്യാൻ വെച്ച ആളാണ് മാർത്താണ്ഡവർമ്മ. ഈ മാർത്താണ്ഡവർമ്മയെ വീഴ്ത്താൻ വേണ്ടി 8 വീട്ടു പിള്ളമാർ ഉണ്ട്. അപ്പോൾ 8 വീട്ടു പിള്ളമാർക്ക് സ്പെഷ്യൽ ഫൈറ്റിംഗ് ടെക്നിക്കുണ്ട്. അതും ഇപ്പോൾ കേരളത്തിലെ കാലിക്കറ്റിൽ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് അങ്ങയുടെ ഫാമിലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് 8 വീട്ടു പിള്ളേർ ഫൈറ്റിംഗ് ടെക്നിക്ക്. പക്ഷേ അതിനേക്കാട്ടിൽ ഹയർ ലെവലിലുള്ള ഇതാണ് വീരസൂക്തം. ഇത് ജനറൽ എന്നുള്ള മുറയിൽ ഇരവിക്കുട്ടി പോർ എന്ന് പറഞ്ഞാൽ എല്ലാം അറിയാം മലയാളീസ്. അതിൽ ചെക്കാലക്കാളി എന്ന് പറയുന്നത് ഇരവിക്കുട്ടിയുടെ അസിസ്റ്റൻ്റാണ്. അപ്പോൾ അങ്ങേർക്ക് ഈ വീരസൂക്തം ലയിച്ചു. ആ ഇരവിക്കുട്ടിയുടെ അസിസ്റ്റൻ്റ് ചെക്കാലക്കാളി എൻ്റെ ട്രഡീഷനാണ്. അതുകൊണ്ട് ആ വീരസൂക്തമുറ എനിക്ക് ഇപ്പോൾ എൻ്റെ അടുത്ത് ഉണ്ട്, വീരസൂക്തമുറ. അപ്പോൾ വീരസൂക്തമുറയെ സ്റ്റഡി ചെയ്യുമ്പോൾ അത് ഹൈ ലെവൽ ഇതാണ്. കാരണം എന്ന് വെച്ചാൽ അതിൽ ആസ്ട്രൽ പ്രൊട്ടക്ഷൻ അതായത് വർമ്മ കവചം ഉണ്ടാക്കുന്ന ടെക്നിക്കുണ്ട്. അപ്പോൾ വർമ്മ കവചം ഉണ്ടാക്കിയാൽ എതിരിയുടെ കയ്യും കാലും അതിൻ്റെ അകത്ത് വരാതെ ഒരു ടെക്നിക്കാണ്. അത് ഇപ്പോൾ ഒരു ആൾ കേരളത്തിൽ பயன்படுത്തുന്നുണ്ട്. അപ്പോൾ ആ കവചം ഉണ്ടാക്കുന്ന ഇതിൽ വന്ന് ആസ്ട്രൽ ചക്ര ആക്ടിവേഷൻ യോഗയിൽ അത് കുറഞ്ഞത് അവർ പല ലെവലിൽ വന്നാലേ ആ ഫാമാവും. അപ്പോൾ അത് ശിവയോഗ പരീക്ഷ ചെയ്താലേ ആ വർമ്മ കവചം ഉണ്ടാകും. അതിനുള്ള മന്ത്രകവചം എന്നൊന്നുണ്ട്. അത് വന്ന് ശൈവ സിദ്ധാന്തത്തിലിരിക്കുകയാണ്. ശൈവ സിദ്ധാന്തത്തിൽ നടരാജർ തത്വത്തിലിരിക്കുകയാണ്. നടരാജർ തത്വവും പഠിച്ചാലേ അതിലുള്ള മന്ത്രം നമശിവായ മന്ത്രത്തെ ഡിഫറെൻ്റ് ഇതിൽ ചെയ്ത് സ്തംഭന മന്ത്രത്തിൽ മാക്സിമം പവർ കൂടിയത് നടരാജ സ്തംഭന മന്ത്രം. അപ്പോൾ അത് ഫൈറ്റിങ്ങിന് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്തംഭന മന്ത്രം അതായത് ഈ വർമ്മ കവചം ഉണ്ടാക്കിയിട്ട് അതിൽ സ്തംഭന മന്ത്രം, ആ കവചത്തിൻ്റെ അകത്ത് ആരും കയ്യോ കാലോ നീട്ടാൻ നോക്കില്ല. അപ്പോൾ ഈ കവചം ഉണ്ടാക്കിയവർ അടുത്തവരെ താക്കാം, അതേസമയം അടുത്തവർ ആ കവചമുള്ള ആളെ താക്കാൻ പറ്റില്ല. ഇത് ഒന്ന്. രണ്ടാമതെന്ന് വെച്ചാൽ ഈ ഇങ്ങനെ ടാപ്പിങ് ഇതവിടെ വേറെ ഒന്നും വേണ്ട. ഇത് അവർ ഇങ്ങനെ കയ്യെ കാണിച്ചിട്ട് ഇങ്ങനെ വെച്ചാൽ ആ എതിരിക്ക് വർമ്മം ആണായിക്കൊള്ളും, ഓടിക്കൊള്ളും. അവ ഇങ്ങനെ കയ്യെ കാണിച്ചാൽ മതി, ഇങ്ങനെ ചൂണ്ടുവർമ്മം. അതാണ് മെയ് തീണ്ടാക്കലൈ. ഇതൊക്കെ വന്ന് അതിൽ വീരസൂക്തത്തിലുണ്ട് വരുന്നത്. എങ്ങനെ കൈ കൊണ്ട് ചൂണ്ടിയാൽ എങ്ങനെ ഇനിയിപ്പോൾ കേരളത്തിൽ ഒരാൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിലാണ് വരുന്നത്, വിത്തൗട്ട് ടച്ചിങ് ദി ബോഡി. അതുമാത്രമല്ല, ഇതിൽ വന്ന് ശിവയോഗ ടെക്നിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഇതെന്ന് വെച്ചാൽ വർമ്മ ഇവിടെ മൂക്കിൻ്റെ അടുത്ത് ഹാക്കിനി മുദ്ര യൂസ് ചെയ്ത്
ഒരു അവിടെ അത് ശിവയോഗയിലുണ്ട്. ശിവയോഗയിൽ ഒരു എനർജി ബാൾ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് ഗോൾഡൻ ട്രാൻസ്പാരൻ്റ് എനർജി ബാൾ. അതിൽ ആസ്ട്രൽ കറണ്ടാണ് നിറഞ്ഞു നിൽക്കുന്നത്. അതിലൂടെ സൂര്യൻ്റെ മന്ത്രത്തെയും പറഞ്ഞ് സൂര്യൻ്റെ എനർജി ആഡ് ചെയ്യുമ്പോൾ അത് ഫയർ ബാളായിട്ട് മാറും. ഈ ഫയർ ബാളെ ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ എതിരിയുടെ മേലെ എറിഞ്ഞാൽ അവൻ്റെ ദേഹം പറ്റിയെരിയും. പറ്റിയെരിയുമ്പോൾ അവൻ ഓടിക്കൊള്ളും. ഇതും വീരസൂക്ത മുറയിലുള്ളതാണ്. അപ്പോൾ പറ്റിയെറിയും ഇങ്ങനെ സാധ്യം ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഈ ടെക്നിക്ക് യൂസ് ചെയ്തു തിരുஞான സംബന്ധർ യൂസ് ചെയ്തിട്ടുണ്ട്. തിരുஞான സംബന്ധമുള്ള ശിവയോഗി മധുരയിൽ യൂസ് ചെയ്തു. മധുരയിലുള്ള രാജാവ് കൂൻ പാണ്ഡ്യൻ ഈ സ്വാമി താമസിക്കുന്ന സ്ഥലത്ത് തീ വെച്ചപ്പോൾ ഇങ്ങനെ പയ്യവേ ചെன்று പറ്റുക പാണ്ഡ്യൻ എന്ന് പറഞ്ഞപ്പോൾ ഈ എനർജി ബാൾ ക്രിയേറ്റ് ചെയ്ത് അടച്ചപ്പോൾ അവൻ്റെ ദേഹം എരിയാൻ തുടങ്ങി. പിന്നെ പോയി തിരുനീറിട്ടാണ് അത് മാറ്റിയത്. സോ ഈ ഹൈ ലെവൽ ടെക്നിക്കൊക്കെ ഉള്ള ടെക്നിക്കാണ് വീരസൂക്തം. അത് എതിരികളെ വന്ന് നമ്മൾ ഫിസിക്കലായി അറ്റാക്ക് ചെയ്യേണ്ട. ഇറ്റ് ഈസ് എൻ ആസ്ട്രൽ ഫൈറ്റിംഗ് ടെക്നിക്ക്. ആസ്ട്രൽ ബാഡിയിൽ നിന്ന് ആസ്ട്രൽ ബാഡിയിലോട്ട് ഫൈറ്റിംഗ് ടെക്നിക്ക്. ഈ ഫൈറ്റിംഗ് ചെയ്യണമെങ്കിൽ അറ്റാക്ക് ചെയ്യുന്ന ആളുടെ ആസ്ട്രൽ ബാഡിയിൽ എനർജി ഫ്ലോ നല്ലതായിരിക്കണം, എനർജി ആറോ വലുതായിരിക്കണം. അങ്ങേർക്ക് മന്ത്രങ്ങൾ സിദ്ധാന്ത ടെക്നിക്സ് അറിയണം. അറിഞ്ഞിട്ട് എതിരികൾക്ക് അറിഞ്ഞില്ലെങ്കിൽ മാത്രമേ അറ്റാക്ക് ചെയ്യാൻ നോക്കൂ. എതിരിക്കും ആ ടെക്നിക്ക് അറിയാവുന്നുണ്ടെങ്കിൽ അത് ടഫ് ഫൈറ്റായിരിക്കും. ഈ സിറ്റുവേഷനിലാണ് പഞ്ചപക്ഷി ശാസ്ത്രത്തിൻ്റെ ഈ യൂസേജ് വരുന്നത്. അപ്പോൾ എനർജിയും എതിരിയും ഈക്വൽ ഫൈറ്റിങ്ങിൽ വരുമ്പോൾ പഞ്ചപക്ഷി ശാസ്ത്രം അവരുടെ എനർജി ലെവൽ എപ്പോൾ കുറയുന്നു എന്നുള്ളത് മനസ്സിലാക്കി അറ്റാക്ക് ചെയ്യും. അതിൽ നിന്ന് ചക്ര ആക്ടിവേഷൻ, അതും ശിവയോഗത്തിലാണ് ഇരിക്കുന്നത്. എതിരിയും ഈക്വൽസ് എന്താണ് അപ്പോൾ അറ്റാക്ക് ചെയ്യണമെങ്കിൽ ഇങ്ങേർക്ക് മൂലാധാരത്തിൽ ആസ്ട്രൽ ബ്രീതിങ് കണക്റ്റ് ആകുമ്പം മറ്റേ എതിരിക്ക് എപ്പോൾ മൂലാധാരത്തിൽ നിന്ന് സ്ലിപ്പായി സ്വാധിഷ്ഠാനത്തിലോ മണിപൂരകത്തിലോ അനാഗത്തിലോ വിശുദ്ധിയിലായിരിക്കും അറ്റാക്ക് ചെയ്താൽ ആ എതിരി ചായും. ഈ ടെക്നിക്ക് യൂസ് ചെയ്യണം. അതൊന്നും പറ്റാതെ വരുമ്പോഴാണ് സ്തംഭന മന്ത്രം യൂസ് ചെയ്യുന്ന ടെക്നിക്ക്. അതിപ്പോൾ കേരളത്തിൽ ഒരാൾ യൂസ് ചെയ്ത് നിങ്ങൾക്ക് അറിയാം. സോ ഇതൊക്കെ ഉൾപ്പെട്ട വീരസൂക്തം എന്നുള്ള ബുക്കിൻ്റെ റെക്കോർഡ്സ് എൻ്റെ അടുത്തുണ്ട്. അതിനെ ഇംഗ്ലീഷിലും മലയാളത്തിലും കൊണ്ടുവരണമെന്നുള്ള ആഗ്രഹമുണ്ട്. അതിന് ആവശ്യമുള്ളവർക്ക് ഞാൻ ഈ ടെക്നിക്ക് പഠിപ്പിക്കുന്നതുകൊണ്ട് ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.